ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. എവിടെയാണെന്ന് ചോദിച്ചാൽ തലയിലാണെന്ന് പറയും. എന്നാൽ ഈ തലയിലുള്ള ബുദ്ധിയെ കുത്തിപ്പൊക്കി ചിരിയുടെയും ചിന്തയിലൂടെയുള്ള ഒരു പുത്തൻ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഇഞ്ചോടിഞ്ച്. ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വലിയ ചെറിയ ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത്. അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ ചേട്ടന്റെ പേര്? ഫൈസൽ. എവിടെ സ്ഥലം? ജസ്ന. ഹംന, ഷീജ, തസ്നി. ഓക്കെ, പേരെന്താ? നല്ല പേര് കേട്ടോ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനറിയാവുന്ന ആൻസർ 20 സെക്കൻഡിനുള്ളിൽ പറയുക. അയ്യോ, നമ്മൾ ഒരാളെ പരിചയപ്പെട്ടില്ല. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരാള് പേര് പറയോ? ഹിനായ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ, ആർക്ക് വേണമെങ്കിലും പറയും. ഇവിടെ ഒരാള് ആൻസർ പറയാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. പക്ഷേ ആൻസർ അറിയത്തില്ല എൻ്റെ അടുത്ത് പറയുന്നത്. എനിക്ക് ഉത്തരവൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് പറയണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീട്ടിലെ ഉപ്പും പായസവും മാത്രമേ ഉള്ളായിരുന്നു, പക്ഷേ കുളിക്കാൻ പറ്റി. എങ്ങനെ? പായസത്തില് ഉപ്പിട്ട് അതിനെ കുളമാക്കി ആ കുളത്തിൽ. അങ്ങനെയും കുളം ഉണ്ടാക്കാം. ഉപ്പ് പായസത്തിലിട്ട് കുളമാക്കിയിട്ട് ആ കുളത്തിൽ കുളിക്കാം. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതെന്നെ, പിന്നെന്ത് പറയാത്ത? അതെന്നെ. അയ്യോ, അതിന് കുഴപ്പമില്ല, കൊച്ചു സംസാരിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരം അറിയാമോ? അതിൽ ആരാ ജയിച്ചത്? ആമ. പക്ഷെ ഇപ്രാവശ്യം ഓട്ട മത്സരം വെച്ചു, അതിൽ മുയൽ ജയിച്ചു. കാരണം എന്ത്? മുയൽ ഉറങ്ങിയില്ല, അതുകൊണ്ട് മുയൽ ജയിച്ചു. കറക്റ്റ്, പിടിക്കാൻ. കൺഗ്രാജുലേഷൻ. ഓ, ചുണകുട്ടൻ. ആരും അങ്ങനെ ആൻസർ പറയാറില്ല ഈ ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ എടുക്കും തോറും വലുതാകുന്നത് എന്താണ്? കുട്ടികളൊക്കെ ഇവിടെ വന്ന് എടുക്കാറുണ്ട് ആ സാധനം. കുഴി. കറക്റ്റ്, നമ്മൾ എടുക്കും തോറും അത് വലുതായിക്കൊണ്ടേയിരിക്കും. 3 പക്ഷെ എല്ലാരും ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറേ പറഞ്ഞോളെ. ആരും ലീഡ് ചെയ്ത് നിൽക്കുന്നില്ല. കൂടുതൽ ആൻസർ പറഞ്ഞ ആരുമില്ല. പെട്ടെന്ന് പറയണ ആൻസർ. സമ്മാനം തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാം സെയിം ആണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കും ക്വസ്റ്റ്യൻ. എനിക്ക് അതിലൊരാളെ സെലക്ട് ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദോശ ചുടാൻ എടുക്കുന്ന മരം ഏത്? മാവ്. കറക്റ്റ് ആൻസർ, മാവ്. ദോശ ചുടാൻ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? ദോശ ചുടാൻ എടുക്കുന്ന സാധനം എന്താണോ കേട്ടെ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദിവസം ഒരുപാട് പ്രാവശ്യം ഷേവ് ചെയ്യുന്നത് ആരാണ്? ബാർബർ ഷോപ്പിലെ ബാർബർ. കറക്റ്റ്, ബാർബർ. കറക്റ്റ്, ആളിന്റെ പേര് അറിയത്തില്ലായിരുന്നെങ്കിലും നമുക്ക് ബാർബർ ഷോപ്പിലെ ആള് ബാർബർ. എന്താടേ ആൻസർ ഒന്നും കിട്ടല്ലേ? ഫ്രണ്ടിലെ പല്ലൊക്കെ എന്ത് ചെയ്ത് അറിയത്തില്ലല്ലേ? ഇറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കണമെന്ന ഈ KSEBയുടെ റൂളില്ലേ, അത് പാലിക്കുന്ന ഒരു ജീവിയുണ്ട്. എന്നറിയാം? അപ്പോൾ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. നിങ്ങളെ ചേച്ചി തൊണ്ടേ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഉമ്മച്ചി ഒരു ക്വസ്റ്റ്യന്റെ പറഞ്ഞോളൂ. ശരിയാണ്, ദോശമാവ്. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ 2 പേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പറക്കുന്ന വെണ്ണ ഏതാണ്? പറക്കുന്ന വെണ്ണ. പറക്കുന്ന വെണ്ണ എന്ന്, പറക്കുക അല്ലെങ്കിൽ വെണ്ണ എന്നതിനെ ഒന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കിയാൽ കിട്ടും. ഒരു ജീവിയാണ്. നമ്മൾ ബട്ടർഫ്ലൈ. കറക്റ്റ് ആൻസർ. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അവന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ, പക്ഷെ പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ അതിന് മുന്നേ പറയല്ലേ, അതാണ് ക്വസ്റ്റ്യൻ കിട്ടാത്തല്ലേ? അല്ലേ? ഓ, എണ്ണയാണ് എത്ര കിട്ടിയെന്നുള്ള. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരിക്കലും വയസ്സാവാത്ത പ്രായം ഏത്? ഒരിക്കലും വയസ്സാവാത്ത പ്രായം. ചില നമ്മുടെ അമ്മമാരും ഇച്ചിരി മുതിർന്ന ആൾക്കാരൊക്കെ ഈ ഒരു പ്രായം നമ്മുടെ അടുത്ത് പറയും, പക്ഷെ നമുക്ക് പിടിക്കത്തില്ല. കോപ്രായല്ല. അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതൊരു അവരുടെ. അപ്പൊ ഇവിടെ 2 ആയി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 പേര് 2 പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേഗത കുറഞ്ഞ മാൻ ഏതാണ്? വേഗത കുറഞ്ഞ മാൻ ഏത്?
പെൺമാനല്ല, ഇത് കുസൃതി ചോദ്യമല്ലേ. നമ്മുടെ വീട്ടിലേക്ക് കൂടെ കൂടെ വരും പണ്ട്. അവിടെ കിട്ടിയ അവിടെ. ഇതാകും തോറും പേര് മാറുന്ന കായ ഏത്? ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തേങ്ങ 4. തസ്നിയാണ് ജയിച്ചത്. സമ്മതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി തസ്നി. എനിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാലാവനം കൈത്തുറയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകാം. ആരാണിത്? ഉമ്മച്ചിയെ. എന്നിട്ട് അവന് സന്തോഷമൊന്നും ഇല്ല കേട്ടോ. മണ്ണൂർ കളിക്കണം. അപ്പോൾ എന്റെ അടുത്ത് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ഒരു പെൺകുട്ടി ഷോപ്പിംഗ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പൊ അതുവഴി വന്ന ഒരു അങ്കിള് ചോദിച്ച് മോളുടെ അച്ഛന്റെ പേരെന്തോന്നാണ്, ഈ മോൾ ഷോപ്പിംഗ് മോളിന് എന്താണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഇത് രണ്ടിനും കൂടെ ആ പെൺകുട്ടി ഒരു ഒറ്റ ഉത്തരാണ്. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേരെന്താണെന്ന് ചോദിച്ച് ഷോപ്പിംഗ് മോളിൽ എന്തോ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. പേര് മണി എന്നാണോ? പെട്ട്. ഇല്ല. പത്രോസ്. പത്രോസ്. ഷോപ്പിംഗ് മോളിൽ പത്രോസ്. പത്രോസ്. ഓക്കെ, അടിപൊളി. ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിച്ചത് 10 റോസാണ്. അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ഇഞ്ചോടിഞ്ചിൽ നമുക്ക് ഇതും കൂടെ കയറ്റാം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ ഇത്രയും നേരം പങ്കുവച്ച ചിരിയും സന്തോഷവും മായാതെ നിൽക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഇതിലും രസകരമായ കുസൃതി ചോദ്യങ്ങളുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.